ആലപ്പുഴ ജിങ്കാനയുടെ ടൈറ്റിൽ റീഡിസൈൻ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഇന്ന് നമ്മൾ ആലപ്പുഴ ജിങ്കാനയുടെ ടൈറ്റിൽ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇല്ലിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ നമ്മൾ ക്രിയേറ്റ് എ ന്യൂ ഫയൽ എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുന്നു. അങ്ങനെ ഒരു ന്യൂ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ആലപ്പുഴ ജിങ്കാന എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ എന്ന് പറഞ്ഞ സംഭവമാണ്. അത് ഗൂഗിളിലുണ്ട്, അടിച്ചു നോക്കിയാൽ അറിയാം. ഇനി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്യുന്നു. അത് ഇംഗ്ലീഷിലാണ്, അതിൻ്റെ ഫോണ്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഫോണ്ട് മാറ്റുവാണ്. ആലപ്പുഴ ജിങ്കാന രണ്ടും രണ്ട് ഫോണ്ടാണ്. അതായത് ജിങ്കാനയ്ക്ക് വേറെ ഫോണ്ട്, ആലപ്പുഴ എന്ന് എഴുതിയേക്കുന്ന വേറെ ഫോണ്ട്. അപ്പോൾ ആലപ്പുഴ എന്ന് എഴുതിയ ഫോണ്ടിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് FML TT ആതിര എന്ന് പറയുന്ന ഫോണ്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ജിങ്കാനയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് എന്ന് പറയുന്നത് FML യശ്ശിരി എന്ന് പറയുന്നൊരു ഫോണ്ടാണ്. ഗൈസ്, ഞാനിവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവൻ ശങ്കർ രാജയുടെ ഒരു പാട്ടാണ്, പയ്യ സിനിമയിലൊരു പാട്ടാണ്, തുള്ളി തുള്ളി മഴയായി വந்தாയി എന്ന് പറയുന്ന പാട്ടാണ്. അത് ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് വരാം. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് അതിന് നമ്മൾ എഫക്റ്റിൽ പോവുക, വാർപ്പ് എടുക്കുക, ആർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുമ്പോഴത്തേക്ക് കണ്ടോ കറക്റ്റായിട്ട് അങ്ങനെ വന്നു. ഇനി അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ഇത് നമ്മളിങ്ങനെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ആർക്ക് അപ്പർ, അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫ്ലാഗ് വേണേൽ ഫ്ലാഗിൻ്റെ രൂപത്തിൽ വരും. ഇത് ഇപ്പോൾ ഫിഷ് എന്ന് കൊടുത്ത് കണ്ടോ, ഇപ്പോൾ ഫിഷയുടെ രൂപത്തിൽ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് ഫിഷ് അല്ല, നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്. ആർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സൈസ് കുറച്ചൊരു 22 അല്ലെങ്കിൽ ഒരു 44 കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 32 കൊടുക്കാം. കണ്ടോ ഇപ്പോൾ കറക്റ്റ് ആലപ്പുഴ എന്നുള്ള കറക്റ്റ് ആ റൂട്ടിലോട്ട് വന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജിങ്കാനയ്ക്കകത്താണ് പണി മുഴുവൻ. ജിങ്കാന എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ജിങ്കാനയ്ക്കകത്ത് ഒരുപാട് നമ്മൾ എഫക്റ്റും കാര്യങ്ങളുണ്ട്. അതിൻ്റെ റെഡും യെല്ലോയും കൂടിയിട്ടുള്ളൊരു ഗോൾഡൻ സാധനമൊക്കെ അതിൻ്റെ അകത്ത് ഫിനിഷിങ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം റെഡ് കളർ ജിങ്കാനയ്ക്ക് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ജിങ്കാന എന്ന് എഴുതിയേക്കുന്നതിന് നമ്മൾ സ്ട്രോക്ക് കൊടുക്കണം. ഇപ്പോൾ ജിങ്കാന എന്ന് എഴുതിയേക്കുന്ന ഒരു യെല്ലോ സ്ട്രോക്കിലാണ്. നമുക്കറിയാൻ പറ്റും ഒറിജിനൽ ടൈറ്റിൽ യെല്ലോ ഫോണ്ട് ഇത് സ്ട്രോക്കാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു സ്ട്രോക്ക് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ബ്ലാക്കാണ് കിടക്കുന്നത്. നമ്മൾ ഈ ബ്ലാക്ക് മാറ്റിയിട്ട് അതിനെ യെല്ലോ ആക്കണം. അപ്പോൾ കണ്ടോ, ഇതാണ് യെല്ലോ. ഈ യെല്ലോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അത് നമ്മൾ ഫില്ലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇതിൽ സ്ട്രോക്കിൽ വരണം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ പറഞ്ഞ ഇതാണ് സ്ട്രോക്ക്. സ്ട്രോക്കിൽ വരുമ്പോൾ അതിൻ്റെ കളർ മാറും. ഇപ്പോൾ ജിങ്കാന എന്നുള്ള യെല്ലോ ആയി. നമുക്കൊരു റെഡിഷ് കൂടിയിട്ടുള്ള ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ യെല്ലോ കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഒരു 3D എഫക്റ്റ് തന്നെ, ഒരു ഡ്രോപ്പ് ഷാഡോ പോലത്തെ. അതിന് നമ്മളതിൻ്റെ ഒരു കോപ്പി എടുത്തു. കോപ്പി എടുക്കാൻ ആൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി ഇതിനെ നമ്മൾ 3D ആക്കുവാണ്. ഇതിൻ്റെ 3D ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് പ്രത്യേക സ്ട്രോക്ക് മാത്രമാണ് അതിൻ്റെ 3D ആക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ 3Dയിൽ പോകുന്നു. എക്സ്ട്രൂഡ് ആൻഡ് ബീവിൾ കൊടുക്കുന്നു. ഇതിൽ നമ്മൾ 3Dക്കകത്ത് ഫുൾ സെറ്റിങ്സ് ഇതാണ്. പ്രിവ്യൂ കൊടുത്താൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതെങ്ങനെ വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സൈഡായിട്ട് എടുക്കണേ. അപ്പോൾ അത് നമ്മൾ 0 ആക്കുന്നു, 2 കൊടുക്കുന്നു, അവിടെ 4 കൊടുക്കുന്നു. ഇനി നമ്മൾ 0 കൊടുക്കുന്നു. എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ഇനി ഓക്കെ കൊടുക്കണം. ഇനി അതിന് ശേഷം നമ്മളിതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. കളറ് മാറ്റി കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മളതിനെ ജിങ്കാനയുടെ മേളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ നമ്മൾ ആ ഒരു 3D എഫക്റ്റിൻ്റെ ഒരു സംഭവം അതിൻ്റെ അകത്ത് വരുന്നു. അപ്പോൾ ജിങ്കാന എന്നുള്ളത് നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ആലപ്പുഴയാണ്. ആലപ്പുഴയുടെ കേസ് നമുക്കിപ്പോൾ അതിനകത്തൊരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കളർ മാറ്റണം, യെല്ലോ ആക്കണം. ഞാനിപ്പോൾ അത് യെല്ലോ ആക്കി. ഇനി അതിനൊരു മണൽത്തരി എഫക്റ്റ്, ആലപ്പുഴ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഒരു ഗ്രെയിനുള്ളൊരു എഫക്റ്റ് ആലപ്പുഴ എന്ന് എഴുതിയേക്കുന്നതിൽ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെക്സ്ചർ ഗ്രെയിൻ നമുക്ക് ശരിക്കും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ടെക്സ്ചർ ഗ്രെയിൻ നമുക്ക് വാൾപേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം. കണ്ടോ, അത് നമ്മൾ ഈ ടെക്സ്ചർ ഗ്രെയിൻ നമ്മളിവിടെ കൊണ്ടുവന്നു. കോപ്പി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ മാസ്ക് ചെയ്യുക. അതായത് ടെക്സ്ചർ ബാക്കിൽ വെക്കുക, ഫോണ്ട് ഫ്രണ്ടിൽ വരിക, എന്നിട്ട് അതിനെ മാസ്ക് ചെയ്യുന്നു. മാസ്ക് ചെയ്യുമ്പോഴത്തേക്കും കാര്യം മനസ്സിലാവും. കണ്ടോ, മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴ എന്നുള്ള സംഭവമായി. ഇനി നമുക്ക് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഒരു ഗ്രേഡിയൻ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. ഇപ്പോൾ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് ലീനിയർ മാറ്റി റേഡിയലാക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ബ്ലാക്ക് മാറ്റി ഒന്ന് വൈറ്റ് ഷെയ്ഡ് ആക്കുക.
കണ്ടോ, ഇത്രേ ഉള്ളൂ സംഭവം. ആലപ്പുഴ ജിങ്കാന ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴ ജിങ്കാനയുടെ ടൈറ്റിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്തൊരു പടത്തിൻ്റെ ടൈറ്റിലായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇനി ഇതുപോലെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്നോണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. കൂടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും